ശ്രീ യുവരാജ് ഗോകുൽ, ഇവിടെ നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ അതെ, നമ്മുടെ ബൽറാം അവിടെയുണ്ട്. ഈ പറയുന്ന പഹൽഗാമിലേക്ക്, ഈ പറയുന്ന മേഖലയിലേക്ക് കയറി പോകുന്നതിന് തൊട്ടു താഴെ CRPF സൈനിക ക്യാമ്പാണ്. അവിടെ 3 ടയർ സെക്യൂരിറ്റിയാണ്. യുവരാജ് ഗോകുൽ, ഒരു തർക്കം അക്കാര്യത്തിലില്ല. പ്രധാനമന്ത്രി എന്ന് പറയും മട്ടിൽ അവർക്ക് കൊടുക്കേണ്ട പണിഷ്മെന്റ് അങ്ങേയറ്റത്തെ പണിഷ്മെന്റ് ആവണം. അവരവരുടെ ജീവിതകാലത്ത് അവരുടെ തലമുറകളിലേക്ക് പകർത്തി പറഞ്ഞു കൊടുക്കണ്ട. അതായത് അവിടെ പോയി ചൊറിഞ്ഞാൽ അവസ്ഥ ഇതാകും മക്കളെ എന്നവരുടെ തലമുറകളിലേക്ക് പറഞ്ഞു കൊടുക്കണ്ട. അവർ മറക്കാത്ത മറുപടി കൊടുക്കണം എന്ന കാര്യത്തിലും തർക്കമില്ല. ഫസ്റ്റ് പ്രയോറിറ്റി അത് തന്നെയാണ് എന്ന കാര്യത്തിലും തർക്കമില്ല. പക്ഷേ ആ പ്രയോറിറ്റി കഴിയുമ്പോഴേക്കും അവിടെയുണ്ടായ എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്, ഇന്റലിജൻസ് ഫെയിലിയർ ഉണ്ടായോ, സെക്യൂരിറ്റി ലാബ്സ് ഉണ്ടായോ എന്ന ചോദ്യങ്ങൾ കൂടി രാഷ്ട്രീയ ചർച്ചയായിട്ടോ അല്ലാതെയോ വളരെ ഗൗരവതരമായ ചർച്ചകൾക്ക് വിധേയമാക്കണ്ടേ, പരിശോധനയ്ക്ക് വിധേയമാക്കണ്ടേ യുവരാജ് ഗോകുൽ? തീർച്ചയായിട്ടും ഹാഷ്മി, കാരണം 28 ഭാരതീയരുടെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ 28 പേരുടെ ജീവൻ നഷ്ടപ്പെടുക എന്ന് പറയുന്ന ഒരു സംഭവത്തിന് നമുക്ക് അത്ര ലാഘവത്തോടു കൂടി കാണാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല. അത്രയധികം മനുഷ്യരുടെ ജീവിതം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സാഹചര്യത്തിലേക്ക് നയിച്ചിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം വ്യക്തമായി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ആ പഠിച്ചിട്ട് അതിനകത്ത് നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട്. ആ കാര്യത്തിലൊന്നും ആർക്കും തന്നെ യാതൊരു തരത്തിലുള്ള എതിരഭിപ്രായമോ തർക്കമോ ഇല്ല. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് എനിക്ക് ഒരല്പം വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി കുറച്ച് ഗൗരവമായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമായതുകൊണ്ട് ഞാൻ അതിനകത്ത് സംസാരിക്കുകയാണ്. ഒരു 2 to 3 മിനിറ്റ്സ് എനിക്കാണ് അൺഇൻറ്ററപ്റ്റഡ് തരണം ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. നോക്കൂ, കശ്മീർ എന്ന് പറയുന്ന സ്ഥലം, ജമ്മു കശ്മീർ എന്ന് പറയുന്ന സ്ഥലം 2025-ലോ 24-ലോ 23-ലോ 22-ലോ അല്ലല്ലോ ഈ പറയുന്ന പോലത്തെ ഒരു പ്രശ്നങ്ങളിലേക്ക് പോയത്. നമുക്കറിയാവുന്ന കാലം മുതൽ 1947 മുതൽ തുടങ്ങി 2025 വരെയും ഒന്നല്ലെങ്കിൽ മറു സമയത്ത് കശ്മീർ ഇങ്ങനെ പോഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് പത്രമെടുത്ത് തുറന്നു കഴിഞ്ഞാൽ കശ്മീരിലെ ഏതെങ്കിലുമൊക്കെ ഒരു മേഖലയിൽ ബോംബ് പൊട്ടിക്കുന്ന അല്ലെങ്കിൽ എത്ര പേര് കൊല്ലപ്പെട്ടിരിക്കുന്ന, സിവിലിയൻസ് കൊല്ലപ്പെട്ടിരിക്കുന്ന വാർത്തകളിലൂടെ വായിച്ച് അത് വളരെ നോർമലൈസ്ഡ് ആയിട്ട് പോയ സാഹചര്യത്തിലൂടെയാണ് നമ്മളെല്ലാവരും തന്നെ കടന്നു വന്നിട്ടുള്ളത്. ആ കാര്യത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ആർക്കും തന്നെ എതിരഭിപ്രായം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം 2022 മാത്രം കശ്മീരിൽ എത്തിയിരിക്കുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണം എന്ന് പറയുന്നത് 1,88,00,000. 2023 അത് 2,12,00,000. 2024 2,35,00,000. അതായത് കഴിഞ്ഞ 3 വർഷങ്ങളിൽ മാത്രം 6,35,00,000 ടൂറിസ്റ്റുകളാണ് കശ്മീരിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അതിനകത്ത് വിദേശികളുണ്ട്, സ്വദേശികളായിട്ടുള്ള ആൾക്കാരും ഉണ്ട്. എനിക്ക് ഉറപ്പാണ് ഈ 2025 ഈ 4 മാസത്തിനിടയിൽ മാത്രം 1 കോടിയിലധികം, കാരണം ഒമർ അബ്ദുള്ള തന്നെ പറഞ്ഞത് നമ്മൾ ഇത്തവണ 3 കോടിയിലധികം ടൂറിസ്റ്റുകളെ ലക്ഷ്യമിടുന്നു എന്നാണ്. അതായത് ഇപ്പോൾ 1/3 കഴിഞ്ഞു 2025. തീർച്ചയായിട്ടും 1 കോടിയിലധികം ടൂറിസ്റ്റുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതായത് 7 കോടി ആൾക്കാർ കഴിഞ്ഞ 3-3.5 വർഷത്തിനിടയിൽ ഈ പറയുന്ന കശ്മീരിൻ്റെ മണ്ണിലേക്ക് എത്തിയിട്ടുണ്ട്. അവർക്ക് ആർക്കും തന്നെ ഒരു പോറലില്ലാതെ തിരിച്ചു പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരു കാലഘട്ടത്തിൽ ഭാരതത്തിലെ ടെറർ ഹബ്ബായിരുന്നിട്ടുള്ള കശ്മീരിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ ഇന്നീ പറയുന്ന സെക്യൂരിറ്റി ഫോഴ്സസിൻ്റെയും നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികളുടെയൊക്കെ മെറിറ്റായിട്ട് തന്നെയാണ് നമ്മളതിനെ കാണേണ്ടത്. അത് അവരുടെ പ്രവർത്തനത്തിൻ്റെ ഒരു ഔന്നത്യമായിട്ട് നമ്മളത് കൺഗ്രാജുലേറ്റ് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ ഈ ഇൻ്റലിജൻസിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത്, സെക്യൂരിറ്റി ഫോഴ്സസിൻ്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ദിവസം ഒരു എററും ഇല്ലാതെ വർക്ക് ചെയ്തിരുന്നാൽ 101-ാം ദിവസം വരാൻ പറ്റുന്ന അല്ലെങ്കിൽ പറ്റിയേക്കാവുന്ന ഒരു പാകപ്പിഴയുടെ കാര്യത്തിൽ എപ്പോഴും ബ്ലെയിം ചെയ്യപ്പെടാൻ പറ്റുന്ന ഒരു ജോബ് എന്ന് തന്നെയാണ് നമ്മൾ അതിനെ വിശേഷിപ്പിക്കുന്നത്. ബ്ലെയിം ഗെയിം അല്ല ഞാൻ പറയുന്നത്. ഒരു പിഴവ്, ഒരു തലമുടി ഇഴ 100ആയി കീറുന്നതിന്റെ ഒരു ഭാഗത്തിന്റെ അത്ര പോലും പിഴവ് സംഭവിച്ചുകൂടാ. അങ്ങനെ പിഴവ് സംഭവിച്ചാൽ സംഭവിക്കുന്ന എന്താണ്? നമ്മുടെ 28 നിരപരാധികളുടെ ജീവനാണ്. ഹാഷ്മി, ഇപ്പോ ശ്രീ അനിൽ ബോസ് പറഞ്ഞതിന്റെ തുടർച്ചയായിട്ട് ഞാൻ പറയുന്നതാണ്, നമുക്ക് അതിനകത്ത് അത് പിഴവ് പറ്റാൻ പാടില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഒരു തലമുടി ഇഴ 100ആയിട്ട് കീറുന്നതിന്റെ ഒരു അംശത്തിന്റെ അത്ര പോലും പിഴ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ 10 ഒരു വിരലിൽ 2 കൈയിലെ വിരലുകളിൽ എണ്ണി തീർക്കാൻ പറ്റാത്ത അത്രയും ജീവനുകൾ നമ്മൾ പകരം ബലി കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അത്രയധികം ടൈറ്റായിട്ട് തന്നെയാണ് നിൽക്കേണ്ടത്. പക്ഷേ കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾ, കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഇത്രയധികം മനുഷ്യർ അവിടെ എത്തുകയും കശ്മീരിൻ്റെ ചരിത്രത്തിൽ ഇത്രയും ടൂറിസ്റ്റുകൾ ഇവിടെ എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ അത്രയും ടൈറ്റ് പ്രൂഫായിട്ട് അത് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു പാകപ്പിഴ സംഭവിച്ചിട്ടുണ്ട്. അതെന്താണ് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നമ്മൾ കണ്ടെത്തേണ്ടതുമാണ്. പിന്നെ ഈ പറയുന്ന പ്രദേശത്ത് ഒരു 20 മിനിറ്റോളം ഈ പറയുന്ന സെക്യൂരിറ്റി ഫോഴ്സസ് അവിടെ ഇല്ലായിരുന്നു. അതും ഒരു യാഥാർത്ഥ്യമാണ്. ഇനിയിപ്പോൾ നമുക്ക് അതിനല്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണ് ആ പ്രദേശത്തിൻ്റെ പ്രത്യേകത? അവിടെ ഈ ഇടക്കാലത്ത് മാത്രമാണ്, കഴിഞ്ഞ ഒരു 5-6 മാസങ്ങളായിട്ട് മാത്രമാണ് ഈ മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന
ഈ ഭാഗത്തേക്ക് ടൂറിസ്റ്റുകൾ പോയി തുടങ്ങിയിട്ടുള്ളതെന്നാണ് പല ടൂർ ഓപ്പറേറ്റർമാരോട് സംസാരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. ആളുകളുടെ ഒരു സഞ്ചാരം വലുതായിട്ടില്ലാതിരുന്ന, വലിയ ശ്രദ്ധയൊന്നും ഇല്ലാതിരുന്ന ഒരു പ്രദേശം കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മാത്രം ചില റീലുകളിലൂടെ ഫേമസ് ആവുകയും ആളുകൾ ചെറുതായിട്ട് അങ്ങോട്ട് പോകാനും തുടങ്ങി. പോകാൻ പറ്റില്ല, അതെ കുതിരപ്പുറത്ത് മാത്രമാണ് ആൾക്കാർ അങ്ങോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വെക്കേഷൻ സമയമല്ലേ കാശ്മീർ, 2000 എന്നൊക്കെ പറയുന്ന കാശ്മീരിൽ ഇപ്പോൾ എത്തിയിരിക്കുന്ന നമ്പർ ഒന്ന് വെച്ച് നോക്കുമ്പോൾ അത്ര വലുതായിരിക്കണമെന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞ അപ്പോൾ കുതിരപ്പുറത്ത് മാത്രമാണ് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുന്ന സാഹചര്യം ഉള്ളത്. അപ്പോൾ ആ ഒരു 20 മിനിറ്റ് അവിടെ സെക്യൂരിറ്റി ഫോഴ്സസ് ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. 20 മിനിറ്റ് എന്നായിരിക്കില്ല, അവർ 20 മിനിറ്റ് കൊണ്ടായിരിക്കും അവർ അവിടെ എത്തിപ്പെട്ടിട്ടുണ്ടാവുക ഈ പറയുന്ന ന്യൂസ് അറിഞ്ഞിട്ട്. പിന്നെ ഈ ടൂറിസം വളരുന്ന സമയത്ത് തന്നെ കശ്മീർ ഇപ്പോൾ ലോകത്തെ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും പോലെ നോർമലൈസ് ചെയ്യപ്പെട്ട് വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ടൂറിസം ഇത്രയേറെ വളർന്നു വരുന്ന സാഹചര്യത്തിൽ തോക്കും തൂക്കി ആൾക്കാർ ചുറ്റും നിൽക്കുന്നതായിട്ടുള്ള സാഹചര്യങ്ങൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടില്ല. അത് പതുക്കെ ആയിട്ട് പിൻവാങ്ങി വരികയും ആൾക്കാർ വളരെ നോർമലൈസ്ഡ് ആയിട്ട് വരികയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കശ്മീർ വന്നിരുന്നത്. അതിന്ന് എവിഡൻ്റ് ആണ് നമ്മുടെ മുമ്പിൽ. ഒരു കാലഘട്ടത്തിൽ ജമ്മു കശ്മീരിൽ പോയിട്ട് ത്രിവർണ്ണ പതാക ഉയർത്താൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഇന്ന് കശ്മീർ വാലിയിൽ മതമോ ജാതിയോ ഒന്നും നോക്കാതെ മുസൽമാന്മാരും ഹിന്ദുക്കളും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പാകിസ്ഥാന്റെ കൊടി കത്തിക്കുന്ന, ജമ്മു കാശ്മീരിന്റെ ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല, പാകിസ്ഥാന്റെ കൊടി കത്തിക്കുന്ന, ഭാരത പതാക നെഞ്ചോട് ചേർത്ത് ജാതി മതഭേദങ്ങൾക്ക് എന്നെ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുന്ന അവിടുത്തെ ചെറുപ്പക്കാർ ഞങ്ങൾക്കിപ്പോ ഇടുന്നതെന്ന് തീവ്രവാദികളുടെ മുഖത്തു ശരി, എന്തോ ചെറിയ പ്രശ്നം ഞാൻ അങ്ങനെ കേൾക്കാം. ബ്രിഗേഡിയർ ശ്രീ മോഹനപിള്ള ഇപ്പം അല്പസമയം മുൻപാണ് കേട്ടോ സിസ്റ്റർ